ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇൻഡോർ ഗാർഡനിലും സിറ്റ് ഔട്ട് ഗാർഡനിലൊക്കെ മൾട്ടി കളർ ലീവ്സ് ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റിയ എയോണിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എയോണി എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പരിചയം തോന്നിയില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഈ ഒരു ചെടീനെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ പറയുന്നത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഗാർഡനിലൊക്കെ മസ്റ്റായിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റാണ് എയോണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മുടെ ഗാർഡനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എങ്ങനെ നട്ടു കൊടുക്കേണ്ടത്, അതിന് ഞാൻ എന്തൊക്കെയാണ് കെയർ ചെയ്യുന്നത്, ഇങ്ങനെ മൾട്ടി കളേഴ്സ് അതിൻ്റെ ലീവ്സിൽ വരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഈ ഒരു എയോണിയം പ്ലാന്റിനെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ നട്ടു കൊടുക്കുന്നത് അതിൻ്റെ തണ്ട് മുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ തണ്ടായാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒത്തിരി തൈകൾ നമുക്ക് ചെടിച്ചട്ടി ഇതുപോലെ തിക്കി വരാവുന്ന വിധത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് എനിക്ക് തന്നത് എൻ്റെ അടുത്ത റിലേറ്റീവാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ ചെടിച്ചട്ടി നിറയെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ തണ്ട് മുറിച്ച് പുതിയൊരു ചെടിച്ചട്ടിലേക്ക് നട്ടു കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ കത്രിക ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു തണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇത്രയും മതിയാവും കേട്ടോ. അടുത്ത് പുതിയ ചെടിച്ചട്ടിലേക്ക് നട്ടു കൊടുക്കാനായിട്ട് ചെറിയൊരു തണ്ട് മതിയാവും. പിന്നെ നമ്മൾ നോക്കണം, നമ്മൾ ഇങ്ങനെ കത്രികയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ അടുത്തുള്ള തണ്ടുകൾക്കൊന്നും പരിക്കേക്കരുത്. പരിക്കേക്കെന്ന് വെച്ചാൽ നമ്മുടെ ആ കത്രികയുടെ ആ മൂർച്ചുള്ള ഭാഗം ഒന്ന് കൊണ്ട് ആ തണ്ടിനൊന്നും ഡാമേജ് വരരുത്, പെട്ടെന്ന് ചീത്തയായി പോകട്ടെ. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ചെടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോവും, ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് ആവശ്യത്തിന്, ഒട്ടും കൂടാനും പാടില്ല, ഒട്ടും കുറയാനും പാടില്ല, ആവശ്യത്തിന് മാത്രം ഈർപ്പം വേണ്ട ഒരു പ്ലാന്റാണ് എയോണിയം പ്ലാന്റ്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ പോലും അത് നന്നായിട്ട് ആ പ്ലാന്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു കുഴി വെച്ചിട്ട്, ഒത്തിരി താത്തിയൊന്നും നട്ടില്ല, ചെറുതായിട്ട് കുഴിച്ചിട്ട് അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു തണ്ട് ആ ഒരു കുഴിയിലേക്ക് വെച്ചിട്ട് മണ്ണ് ആ ചുറ്റിട്ട് കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഒത്തിരി നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൈയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ വേഗം ഒടിഞ്ഞു പോകും. നമ്മുടെ കൈ ഒന്ന് പതുക്കെ ഒന്ന് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇലകളൊക്കെ അടർന്നു പോകും. അങ്ങനെ അടർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു അഭംഗിയുമാണ്. അത് ഇച്ചിരി പിടിക്കാൻ, ഇലകൾ ഉണ്ടായാലുള്ള ചെടികൾക്ക് പെട്ടെന്ന് തന്നെ ആഹാരം ചെയ്യാനും പെട്ടെന്ന് വലുതാവാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇതിനെ കെയർ ചെയ്യുമ്പോഴും ഇതിനെ നട്ടു കൊടുക്കുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഇലകളൊക്കെ അടർന്നു പോവാതെ അല്ലെങ്കിൽ ഒടിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഞാനപ്പോൾ എൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സ്പേസിലാണ് എയോണിയം പ്ലാന്റിനെ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും ഭംഗിയായിട്ട് വന്നേക്കുന്നത്. കാരണം ഇത് ഇൻഡോർ വെക്കെങ്കിലും ഒത്തിരി എയർ ടൈറ്റ് ആയിട്ടുള്ള റൂമിലൊക്കെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഇതുപോലെ വളർന്നു വരില്ല. പകരം ഇത് മഞ്ഞച്ച് ഒരു മുരടിച്ച പോലെ നിൽക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ആദ്യം നമ്മൾ കിച്ചണിലേക്കാണ് വെച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇത് സിറ്റ് ഔട്ടിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നത്. ഇനി ഇതിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് പിടിപ്പിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ടൈറ്റ് ഇല്ലാത്ത സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ മൾട്ടി കളേഴ്സ്, പിങ്ക്, ഗ്രീൻ, വൈറ്റ്, അങ്ങനെ എല്ലാ കളേഴ്സും ഇങ്ങനെ മൾട്ടി കളറായിട്ട് ഈ ഒരു ചെടിയിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറ്റ് ഔട്ടിൽ ഇതിന് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോഴാണ് ഈ പിങ്ക് കുറച്ച് ഡാർക്ക് കളറിലൊക്കെ വരുന്നത്. അകത്ത് വെച്ചാൽ ഇത്രയും പിങ്ക് ഒന്നും വരില്ല, ലൈറ്റായിട്ട് വന്ന് കൂടുതലും ഭംഗിയാവുന്നത് ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ സിറ്റ് ഔട്ടിൽ വെക്കുമ്പോഴാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഇലകൾ നട്ടു കൊടുത്ത് അത് പിടിക്കുമെന്ന് എനിക്കറിയില്ല, നമുക്കത് അടുത്ത വീഡിയോയിൽ പരീക്ഷിച്ചിട്ട് ഇടാം. അപ്പോൾ ഇതുപോലെ ഇലകൾ നട്ട് ഞാൻ പിടിപ്പിച്ചതാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൽ ഒത്തിരി തൈകൾ വന്നിട്ടുണ്ട്. ഇവിടെ സിറ്റ് ഔട്ടിൽ ഇത് ഇരിക്കുന്ന കാണുമ്പോൾ ഒരു മിക്കവരും ചോദിക്കാറുണ്ട് പ്ലാസ്റ്റിക് ആണോ എന്ന്. കാരണം എൻ്റെ ലീവ്സ് കണ്ട നല്ല ഭംഗി, എൻ്റെ അരികൊക്കെ നല്ലോണം ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാ കളറും കൂടി ഇങ്ങനെ വൈറ്റും ഗ്രീനും പിങ്കും എല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കണോണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ശരിക്കും പ്ലാസ്റ്റിക് ആണോ ചെടിയാണോ എങ്ങനെയാന്ന്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടറിങ്ങിൻ്റെ കാര്യം ആരും മറക്കണ്ട. ഇതിൻ്റെ മണ്ണിൻ്റെ ഈർപ്പം അനുസരിച്ച് മാത്രം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ അത് വേഗം തന്നെ ചീഞ്ഞു പോവും. ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒന്ന് പിടിക്കും അതിനെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചെടിച്ചട്ടി ഫുൾ നിറയെ വേഗത്തിൽ വലുതായി വന്നോളും. അപ്പോൾ എല്ലാവർക്കും തന്നെ എയോണിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ വീട്ടിലെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.